അപ്പോൾ അതിനകത്തൂടെ 1000 കൂടുതൽ ബിസിനസ്സുകളെ, ചെറുകിട ബിസിനസ്സുകളെയും അതിൻ്റെ ആൻറ്റർപ്രന്യൂഴ്സുമായിട്ട് അടുത്ത് ഇടപഴകാൻ എനിക്കും എൻ്റെ ടീമിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് പല ആൾക്കാരും ഇന്ന് അവരിൽ പലരും തുടങ്ങിയ സമയത്തൊക്കെ ഗ്രോത്ത് ഫേസിലായിരുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഇന്ന് അവരുടെ 50s നിൽക്കുന്ന സമയത്ത് വന്നിട്ട് അവർ പറയുന്ന പ്രശ്നങ്ങളൊന്നും അല്ല. അവർ പറയുന്ന പ്രശ്നം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയാണ്, എനിക്ക് താല്പര്യം കുറഞ്ഞു, ഒന്നിനൊന്നും താല്പര്യമില്ല, ബിസിനസ് ചെയ്യാൻ എന്തിനായി ബിസിനസ്സൊക്കെ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒന്നും വേണ്ട, വീട്ടിൽ എന്തിനാ ഇത്ര വലിയ വീടുണ്ടാക്കുന്നത്, എന്തിനാ ബെൻസിൻ്റെ ആവശ്യം എന്തോ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നാണ് പലരും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമാണെന്നാണ്. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരിക്കലും ഇതൊരു ഫിസിയോളജിക്കൽ പ്രശ്നമായിട്ട് അവർ കരുതുന്നില്ല. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു കേസില്ലേ, അതായത് ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസ് പെർഫോമൻസിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടൊരു ഫാക്ടറായിട്ടാണല്ലോ പറഞ്ഞത്. ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഓവറോൾ പെർഫോമൻസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഇതിൽ ലാബ് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 300 to 800. 300 to 800 ആണെങ്കിൽ ഓക്കെയാണ്. ഒരാൾ 350 ആണ്, അയാൾ പറയുന്നത് അയാളിപ്പോൾ ഓക്കെയാണ്, അയാൾ നോർമലായിട്ടൊരു മെഡിക്കൽ പ്രാക്ടീഷണർ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പ്രശ്നമില്ല, നടക്കട്ടെ എന്ന് പറയും. പക്ഷേ നമ്മൾ കാണുന്ന എത്രയാണ്, ഒരു 700-ന് മുകളിലാത്ത ഒരാൾക്ക് ഒരു ആൻട്രപ്രന്യൂറായിട്ട് ഇരിക്കാൻ പറ്റില്ല അവിടെ. കറക്റ്റാണ്. ഇതെത്ര പേര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ഇതിനെക്കൂടി, എത്ര ഡോക്ടേഴ്സിന് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹെൽത്ത് അല്ല, പെർഫോമൻസ് ആണ് ഇവിടുത്തെ ഇഷ്യൂ. യു മേ ബി ഹെൽത്തി ആസ് പെർ ദി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അല്ലേ?